തിരുവല്ലയിൽ ഇത്തവണ കനത്ത ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. അതിന് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അനൂപ് ആന്റണി ദേശീയ ശ്രദ്ധയിലേക്ക് തന്നെയാണ് തിരുവല്ലയിലെ മത്സരത്തെ കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് ഈ വിജയപ്രതീക്ഷയുണ്ടോ? വിജയപ്രതീക്ഷയാണ്, ഏറ്റവും വലിയ വിജയപ്രതീക്ഷയാണ് നമുക്ക് തിരുവല്ലയിൽ ഉള്ളത്. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വികസനത്തിൽ ഏറ്റവും അധികം പിന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് തിരുവല്ല. എന്നാൽ വലിയ വികസന സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് തിരുവല്ല. അതുകൊണ്ട് തന്നെയും തിരുവല്ലയിലെ ജനങ്ങൾ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ഇത്തവണ എൻ ഡി എയിലൂടെ മാത്രമേ സാധ്യമാകൂ. അതും എൻ ഡി എയിലൂടെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരുവല്ലയിലെ ജനങ്ങൾക്കൊരു ഡബിൾ എഞ്ചിൻ എം എൽ എ വേണം. എന്ന് പറഞ്ഞാൽ ഒരു എം എൽ എയുടെ ശക്തിക്കൊപ്പം നരേന്ദ്രമോദിയുടെ പിൻബലം കൂടി അവർക്ക് വേണം. അതുകൊണ്ട് 4-ാം തീയതി പ്രധാനമന്ത്രി നേരിട്ട് തിരുവല്ലയിൽ വന്നുകൊണ്ട് ഈ പ്രചരണത്തിന് ശക്തി പകരുകയാണ്. അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരു മാറ്റം തിരുവല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷയാണ്. തിരുവല്ല ഇപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ എത്തുവാണ്. പ്രവർത്തകരൊക്കെ ആ ഒരു ആവേശത്തിലായിരിക്കില്ലേ? തിരുവല്ല പോലൊരു മണ്ഡലം വലിയ ആവേശത്തിലാണ്. പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. ഇത്തവണ തീർച്ചയായിട്ടും താമര വിരിയുമെന്നുള്ള ഒരു മുഴുവൻ കോൺഫിഡൻസ് പ്രവർത്തകർക്കുണ്ട്. പ്രധാനമന്ത്രി വരുന്നത് തീർച്ചയായിട്ടും പ്രവർത്തകർക്ക് വലിയ ആവേശമായിരിക്കും നൽകാൻ പോകുന്നത്. നമ്മളൊരു പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കിയിരുന്നു. എന്താണ് തിരുവല്ലയിലെ ജനങ്ങളോട് പറയുന്നത്? ഞാൻ പ്രകടന പത്രികയായിട്ടല്ല ഇറക്കിയിരിക്കുന്നത്. എന്റെ അടുത്ത 25 വർഷം കഴിയുമ്പോൾ തിരുവല്ല എങ്ങനെയാവണം എന്നുള്ളതിന്റെ മാസ്റ്റർ പ്ലാൻ ആണത്. ആ മാസ്റ്റർ പ്ലാൻ പ്രകാരമായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് തിരുവല്ല ജനങ്ങളുടെ നിന്ന് നേരിട്ട് എടുത്ത അഭിപ്രായങ്ങളുടെ ഒരു എന്താ പറയുക, അത് സംയോജിപ്പിച്ചാണ് ഞാൻ ആ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും കാലം തിരുവല്ലയിൽ ഒരേ മുന്നണി തന്നെ ഭരിക്കുന്നു. അതിൽ എന്തായാലും ഒരു മാറ്റം വേണമെന്ന് തന്നെയാണ് പറയുന്നതല്ലേ? തിരുവല്ല ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തിരുവല്ല ജനങ്ങൾക്ക് കഴിഞ്ഞ 20 വർഷമായി ഒരേ എം എൽ എ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ തിരുവല്ലയ്ക്ക് ഒരു പുതുമ വേണം, ഒരു പുതിയ തുടക്കം തിരുവല്ലയ്ക്ക് വേണം എന്നുള്ളത് തിരുവല്ലക്കാരുടെ ആവശ്യമാണ്. അത് തന്നെയാണ് തിരുത്തി എഴുതാൻ തിരുവല്ല എന്ന് തന്നെയാണ് ഒരു മുദ്രാവാക്യമായി കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല ഒരു ഡബിൾ എഞ്ചിൻ എം എൽ എ തിരുവല്ലയ്ക്ക് വേണം എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇവിടെ എത്തി പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് തിരുവല്ലയ്ക്ക് പകരുന്നത്. ക്യാമറമാൻ രതീഷ് മടമ്പിസിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.